അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പൊതുജനാരോഗ്യ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. അവണിശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ALP സ്കൂൾ പെരിഞ്ചേരിയിൽ സംഘടിപ്പിച്ച ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ. ഡെങ്കി റിപ്പോർട്ട് ചെയ്യുന്നവരാരും പറയില്ല. ഡെങ്കി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പ് വൃത്തിയാക്കില്ല, ഇപ്പുറത്തെ പറമ്പ് വൃത്തിയാക്കുന്നില്ല, ഈ ഡെങ്കി റിപ്പോർട്ട് ചെയ്തിട്ട് ഫോഗിങ് നടത്തിയില്ല, അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ വരും. കഴിഞ്ഞ പ്രാവശ്യം പല സ്ഥലത്തും പുകച്ചതാണ്. ഈ പുകച്ചത് കൊണ്ട് എത്രമാത്രം ഗുണമുണ്ടോയെന്ന് ഇവർ പറയും. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വരാതിരിക്കുക എന്നുള്ളതാണ്. വരാതിരിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ്. ഈ വർഷക്കാലം മുഴുവൻ നമ്മുടെ പറമ്പുകൾ, നമ്മളുടെ വീടിന് ചുറ്റുപാടും വൃത്തിയായിട്ടിരിക്കാൻ, കാട് പിടിക്കാതെ അല്ലെങ്കിൽ വെള്ളം കെട്ടിയെടുക്കുന്ന സാഹചര്യം ഇല്ലാതെ ഉണ്ടാവാൻ. ഇനി മുതൽ വീടുകളിലും അലക്ഷ്യമായി മാലിന്യം കൈകാര്യം ചെയ്യുന്നവർക്ക് 2000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയും 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു അറിയിച്ചു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡെങ്കി വൈറസിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് എന്താണ്? കൊതുകാണ്. അപ്പം ഡെങ്കിപ്പനി ഒരാൾക്ക് വന്നു, മറ്റൊരാളിലേക്ക് കിട്ടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരാളിലേക്ക് കിട്ടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? കൊതുക് കടിക്കാതെ നോക്കുക. അപ്പൊ കൊതുക് കടിക്കാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? കൊതുക് കടിക്കാതിരിക്കാൻ എന്താ മാർഗം? കൊതുക് വല ഉപയോഗിക്കാം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വീടിനകത്ത് ശക്തി അടച്ചിട്ടിരിക്കാം. ഇതൊക്കെ നടക്കുമോ? അപ്പം അതിൽ എളുപ്പമുള്ള മാർഗം എന്താ? കൊതുകുകൾ വളരുന്ന ഒരു സാഹചര്യം നമുക്ക് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് തോമസ്, ജൂനിയർ പബ്ലിക് നഴ്സുമാരായ ഗീതു, അംബുജാഷി, ഉമ, ALSP നഴ്സുമാരായ ആൻസി, ജയശ്രീ, ഷെറിൻ, ആശാപ്രവർത്തകരായ അജിത, നീതു, രമ്യ, സുമിത, ഗിരിജ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി.